അപ്പൊ ഈ പ്രോഗ്രാം കണ്ടു കാണുമല്ലേ? ഉറപ്പായിട്ടും. നമുക്കങ്ങ് തുടങ്ങിയാലോ? കേറി വാടാ മക്കളെ. ഇന്നത്തെ ചോദ്യം മുഴുവൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടോ? ബാംഗ്ലൂർ ഇല്ല, അങ്ങനെ ജസ്റ്റ് 9th സ്റ്റാൻഡേർഡിൽ എന്തോ എക്സ്കർഷന് പോയിട്ടുണ്ടെന്നല്ലാതെ. പോയിട്ടേ ഉള്ളൂ. എങ്കിൽ നമുക്ക് പോവാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ നിന്നാണ്. സൂപ്പർ ഹിറ്റ് ഫിലിം ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉത്തരം നൽകാൻ സാധിക്കും. ഉറപ്പായിട്ടും അല്ലേ? കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം, ഇവരിൽ ഏത് അഭിനേതാവിനെ കാണിച്ചുകൊണ്ടാണ് ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രം ആരംഭിക്കുന്നത്? എ ഫഹദ് ഫാസിൽ, ബി ദുൽഖർ സൽമാൻ, സി നിവിൻ പോളി. സി നിവിൻ പോളി ആണോ? അതെ, അതാണല്ലോ ഏറ്റവും ഫേമസ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരുന്നല്ലോ ഫസ്റ്റ്. സോ എന്നൊക്കെ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ സോ മറ്റേ എല്ലാം TION വെച്ച് എൻഡ് ചെയ്യുന്ന ഡയലോഗ്. നിവിൻ പോളി. അതെ, സി നിവിൻ പോളിയെ ഞാൻ എടുത്തിട്ട് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. പാട്ടൊക്കെ പാടുവോ? ചെറുതായിട്ട്. അപ്പൊ നമുക്കൊരു പാട്ടിൽ തുടങ്ങിയാലോ? ഏത് പാട്ടാണ്? ഒരു നാടൻ പാട്ട്, ഉറുമി സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ഒരു പാട്ടാ. നാടൻ പാട്ടാണ്. ആയിക്കോട്ടെ, നമുക്ക് തട്ടിവിടുക. ഒരു നാടനെങ്കിൽ നാടൻ. ഒരു മോഡേൺ ആയിട്ടുള്ള ആള് ഒരു നാടൻ പാട്ട് പാടും. അത് എന്നെ കണ്ടാൽ ഞാൻ പാടാറുള്ള പാട്ടുകൾ ആക്ച്വലി ഇത് മലയാളവും വളരെ ഇങ്ങനെ ശാസ്ത്രീയമായ പാട്ടുകളൊക്കെയാണ്. പക്ഷേ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. അതെ, അത് ശരി. പക്ഷെ എന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല ഇംഗ്ലീഷ് സോങ്സ് പാടുന്ന ഒരാളാന്നേ തോന്നത്തുള്ളൂ. ലുക്ക് വേറെയാണ്. അപ്പൊ കേക്കട്ടെ, പാട്ടൊന്ന് കേൾക്കാം. തെളുതേളെ പൂമാന പന്തലി ലല്ലോ അളിയാളെ അളിയാളെ ഉഴുതു മാറിച്ചേ മണ്ണീന മാറോടു കൂടും ചേ അന്യരില്ലാത്തോരു കൂടും ചേ. സവാഷ് സവാഷ് സവാഷ്. എനിക്ക് അനാർക്കലിയുടെ ഈ മോഡുലേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതില്ലേ, അത് ഈ നാടൻ പാട്ടിന്റെ ഒരു ഭാഗമാണ്. അത് വോയിസിൽ കൊണ്ടുവരുന്നല്ലേ? ഇത് ആരാ പഠിപ്പിച്ചേ? അങ്ങനെ പ്രത്യേകിച്ച് പഠിപ്പിച്ചൊന്നുമില്ല. ഇല്ല, കേട്ട് പഠിച്ചാൽ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത് ഒന്നുകൂടെ പഠിക്കുന്നത് ആ പോർഷൻ. അത് അവിടാണ് ഒരു വലിയ കൈഡി. കാരണം അതിന്റെ സ്റ്റൈലാണത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പം ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ചിത്രത്തില് നല്ലൊരു നാടൻ പാട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അനാർക്കലിയെ വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ സി നിവിൻ പോളി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്.